ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ചില വീഡിയോൻ്റെ അടിയിലായിട്ട് പല ആൾക്കാരും ഞാൻ ഈ ഒപ്പീനിയൻ പറയുന്ന സമയത്ത് ഇത് നിൻ്റെ അഭിപ്രായമാണ്, നിനക്ക് ഒന്നും അറിയില്ല എന്നുള്ള രീതിയിലൊക്കെ കമൻറ്റുകൾ ഒന്ന് രണ്ട് പേര് ചെയ്തതായിട്ട് കണ്ടു. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ കമൻറ്റ് ചെയ്ത ആൾക്കാർ അറിയാൻ വേണ്ടിയിട്ട് പറയാണ്, ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായമല്ല. ഞാൻ മുമ്പുള്ള ആദ്യത്തെ വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആദ്യമുള്ള വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അഭിപ്രായമല്ല. വിവിധ ചാനലുകളിൽ വന്ന സർവേകൾ, അത് ആദ്യത്തെ സർവേയും രണ്ടാമത്തെ സർവേയും പൂർണ്ണമായും കുത്തിരുന്ന് കണ്ട ആളാണ് ഞാൻ. ഇലക്ഷൻ ഒപ്പീനിയൻ പോളുകൾ എല്ലാ ചാനലിൻ്റെയും, ഒട്ടുമിക്ക ചാനലിൻ്റെയും ഒരുവിധ എല്ലാ ചാനലിൻ്റെയും, അതായത് ഏറ്റവും പാർട്ടി ബേസ്ഡ് അല്ലാത്ത, ഇപ്പോൾ കൈരളി പോലത്തെ അല്ലെ ജയ്ഹിന്ദ് പോലത്തെ ചാനലുകളല്ലാത്ത ഒട്ടുമിക്ക ചാനലുകളുടെയും സർവേ കണ്ട് റിപ്പോർട്ടർ, അതേപോലെ മാതൃഭൂമി, മനോരമ, മീഡിയ വണ്ണ്, അതങ്ങനെ തുടങ്ങി ഒട്ടുമിക്ക എല്ലാ ചാനലിലും പേരെടുത്ത് പറയുന്നില്ല. അതേപോലെ ചില ഓൺലൈൻ ചാനലുകൾ, സോഷ്യൽ മീഡിയ വഴി പ്രവർത്തിക്കുന്ന ചാനലുകൾ, ഇതൊക്കെ കണ്ട് വിലയിരുത്തി, അതേപോലെ ഈ എന്താ പറയുക ജനങ്ങളെ അഭിപ്രായങ്ങൾ, പിന്നെ ആ സർവേകളിലൊക്കെ അവരുപയോഗിച്ച കാര്യങ്ങൾ, അതായത് സർക്കാർ വിരുദ്ധ പ്രശ്നങ്ങൾ, കേന്ദ്ര സർക്കാർ വിരുദ്ധ പ്രശ്നങ്ങൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും ശരിക്ക് കണ്ട് കേട്ട് അതിൻ്റെ ശേഷം എൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ഒരു ഒപ്പീനിയനാണ്. അതൊരിക്കലും ശരിയാവുന്നുള്ള ഒരു 100% ഉറപ്പ് ഞാൻ പറയുന്നില്ല. പക്ഷേ ചാനലുകളിൽ വന്നിട്ടുള്ള സർവേകളുടെ അല്ലെങ്കിൽ എക്സിറ്റ് പോളുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം ചെയ്യുന്ന വീഡിയോ ആണ്. ഒരിക്കലും എൻ്റെ സ്വന്തം പ്രഡിക്ഷനേ അല്ല. അത് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്. പിന്നീട് അത് വീണ്ടും ആവർത്തിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ള വീഡിയോകളിലൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഒന്ന് ഓർമ്മിപ്പിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അടുത്ത നമ്മൾ നോക്കുന്നത് പാലക്കാട് മണ്ഡലമാണ്. പാലക്കാട് മണ്ഡലത്തിൻ്റെ പ്രത്യേകത, പൊതുവെ ഇടതുപക്ഷ അനുകൂല റിസൾട്ടുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മണ്ഡലമാണ് പാലക്കാട് മണ്ഡലം. വളരെ കുറഞ്ഞ തവണ മാത്രം, കഴിഞ്ഞ തവണത്തേതും കൂടെ കൂട്ടിയിട്ട് വെറും 5-6 തവണ മാത്രമാണ് അവിടെ കോൺഗ്രസിന് അല്ലെങ്കിൽ UDF വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പൊതുവേ ഒരു ഇടതുപക്ഷ അനുകൂല മണ്ഡലമായിട്ടാണ് പാലക്കാടിനെ കാണൽ. രൂപീകരിച്ച കാലം തൊട്ടേ ഇടതുപക്ഷത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമായിരുന്നു പാലക്കാട് മണ്ഡലം. കഴിഞ്ഞ തവണ കോൺഗ്രസിന് വേണ്ടി VK ശ്രീകണ്ഠൻ വിജയിക്കുന്നതിന് മുമ്പ് തുടർച്ചയായി 6 തവണ ഇടതുപക്ഷ MP-മാരുണ്ടായ മണ്ഡലമാണ് പാലക്കാട് മണ്ഡലം. പിന്നെ അതിലുള്ള അസംബ്ലി സെഗ്മെന്റുകൾ നോക്കിക്കഴിഞ്ഞാൽ പട്ടാമ്പി, ഷൊർണൂർ, ഒറ്റപ്പാലം, കോങ്ങാട്, മണ്ണാർക്കാട്, മലമ്പുഴ, പാലക്കാട്. ഇതിൽ പാലക്കാടും അതേപോലെ മണ്ണാർക്കാടും ഈ 2 മണ്ഡലങ്ങളിലും UDF-നാണ് MLA-മാരുള്ളത്. മറ്റുള്ള 5 മണ്ഡലത്തിലും LDF-നാണ്. ഈ 5 മണ്ഡലത്തിലും LDF-നാണെന്ന് മാത്രമല്ല, 5 മണ്ഡലങ്ങളിലും അത്യാവശ്യം നല്ല ഭൂരിപക്ഷത്തിലാണ് LDF നിയമസഭാ ഇലക്ഷനിൽ വിജയിച്ചത്. പക്ഷെ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ്റെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ VK ശ്രീകണ്ഠൻ വിജയിച്ചത്. ഒരിക്കലും എന്ത് തന്നെ സംഭവിച്ചാലും പാർട്ടിക്ക് നഷ്ടപ്പെടൂല എന്ന് CPM ഉറച്ചു വിശ്വസിച്ചിരുന്നൊരു മണ്ഡലമായിരുന്നു ഈ പാലക്കാട് മണ്ഡലം. കഴിഞ്ഞ തവണ ഈ ഇടതുപക്ഷത്തിന് വേണ്ടി LDF-ന് വേണ്ടിയിട്ട് ഏറ്റവും കരുത്തനായ MP രാജേഷ് ആയിരുന്നു മത്സരിച്ചത്. എന്നിട്ടും ചെറിയ ഭൂരിപക്ഷത്തിനാണെങ്കിലും കഴിഞ്ഞ തവണ ഒരു അട്ടിമറി വിജയമാണ് VK ശ്രീകണ്ഠൻ നേടിയത്. ഇലക്ഷൻ റിസൾട്ടിലേക്ക് വന്നാൽ ആകെ പോൾ ചെയ്ത വോട്ടുകളിൽ 39.17%, അതായത് 3,99,274 വോട്ട് VK ശ്രീകണ്ഠൻ നേടി. രണ്ടാമത്തെ MP രാജേഷ് 38.03%, അതായത് ഏകദേശം 1% മാത്രം, 1.10% ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. 3,87,637 വോട്ടാണ് MP രാജേഷ് നേടിയത്. അത്യാവശ്യം ഈ മണ്ഡലത്തിൽ സ്വാധീനമുള്ള BJPക്കും നല്ല രീതിയിൽ വോട്ട് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 21.44%, അതായത് 2,18,556 വോട്ട് BJPക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. SDPIക്ക് വേണ്ടി തുളസീധരൻ പള്ളിക്കൽ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി 5,749 വോട്ട് നേടിയിട്ടുണ്ട്, 0.56%. കഴിഞ്ഞ തവണ ശ്രീകണ്ഠൻ വിജയിച്ചത് 11,637 വോട്ടിന്റെ ചെറിയ ഭൂരിപക്ഷത്തിലാണ്. അതായത് കേരളത്തിൽ മറ്റുള്ള മണ്ഡലങ്ങളിൽ എല്ലായിടത്തും UDF 19 മണ്ഡലങ്ങളിൽ വിജയിച്ചെടുത്ത് ഒട്ടുമിക്ക സ്ഥലത്തും നല്ല ഭൂരിപക്ഷത്തിന് ജയിച്ചപ്പം ഈ മണ്ഡലത്തിൽ
ജയിച്ചത് വെറും 11,637 വോട്ടിനാണ്. പക്ഷെ ആ ഒരു വിജയം എന്ന് വെച്ചാൽ ഒരു അട്ടിമറി വിജയമായിരുന്നു. കാരണം കാലങ്ങളോളം ഇടതുപക്ഷത്തിന് കയ്യിലുള്ള മണ്ഡലം VK ശ്രീകണ്ഠന് തൻ്റെ ജനകീയത കൊണ്ട് തിരിച്ചു പിടിച്ചൊരു ഇലക്ഷനായിരുന്നു കഴിഞ്ഞ ഇലക്ഷന്. ഇനി ഇത്തവണ മത്സരിക്കുന്നത് ആരൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിലവിലെ സിറ്റിംഗ് MP ആയിട്ടുള്ള VK ശ്രീകണ്ഠൻ തന്നെയാണ് കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന് വേണ്ടി മത്സരിക്കുന്നത്. CPMന് വേണ്ടിയിട്ട് പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള A വിജയരാഘവനാണ് മത്സരിക്കുന്നത്. BJPക്ക് വേണ്ടി കഴിഞ്ഞ തവണ മത്സരിച്ച C കൃഷ്ണകുമാർ തന്നെയാണ് മത്സരിക്കുന്നത്. ഇനി ഇത്തവണത്തെ ഒരു ഇലക്ഷൻ റിസൾട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സത്യമായിട്ട് പറഞ്ഞാൽ എനിക്ക് പ്രവചിക്കാൻ ഒരു അസാധ്യം എന്ന് പറയാൻ പറ്റുന്നൊരു മണ്ഡലമാണ് ഈ പാലക്കാട്. കാരണം വേറൊന്നുമല്ല, ഒന്നാമത്തത് ഞാൻ പറഞ്ഞല്ലോ, പൊതുവെ ഇടതുപക്ഷത്തിന് ഗണ്യമായിട്ടുള്ള സ്വാധീനമുള്ള ശക്തമായ സ്വാധീനമുള്ളൊരു മണ്ഡലമാണ് ഈ പാലക്കാട്. അതേപോലെ BJPക്കും നല്ല സ്വാധീനമുള്ള മണ്ഡലമാണ്. മോശമല്ലാത്ത രീതിയിൽ 20% മുകളിൽ ആ ഒരു ഏകദേശം ആ ഒരു കണക്കിൽ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിലും ലോക്സഭാ ഇലക്ഷനിലൊക്കെ BJP വോട്ട് പിടിച്ചൊരു മണ്ഡലം കൂടാണ് ഈ പാലക്കാട് മണ്ഡലം. അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായിട്ടുള്ള പ്രവചനം പറയാൻ പറ്റില്ല. ഒരു ശക്തമായ മത്സരം നടക്കുന്നുണ്ട്. അതുകൊണ്ടൊരു ഒരു പാർട്ടിക്കും മണ്ഡലം ഉറപ്പിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് അവിടുത്തെ ഒരു റിസൾട്ട് എനിക്ക് കാണാൻ തോന്നുന്നത്. കാരണം കോൺഗ്രസിനും CPMനും അനുകൂലമായിട്ടുള്ള പല സർവേകളും ഉണ്ട്. കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള സർവേകൾ വന്നിട്ടുണ്ട്, CPMന് അനുകൂലമായിട്ടുള്ള സർവേകൾ വന്നിട്ടുണ്ട്. പിന്നെ സ്ഥാനാർത്ഥി മികവ് നോക്കുകയാണെങ്കിൽ എങ്ങനെ നോക്കിയാലും മികച്ച സ്ഥാനാർത്ഥി ശ്രീകണ്ഠൻ തന്നെയാണ്. LDFന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ എന്നതിനപ്പുറത്തേക്ക് ഒരു ക്വാളിറ്റിയും ഇല്ലാത്തൊരു സ്ഥാനാർത്ഥിയാണ് വിജയരാഘവന്. പക്ഷേ അവിടെയുള്ള പാർട്ടിന്റെ സ്വാധീനം, ഈ CPMന്റെ കേഡർ സംവിധാനത്തിന്റെ ഫലം, ഇതൊക്കെ ഉപയോഗിച്ച് വിജയരാഘവൻ ജയിക്കുമോ എന്നറിയില്ല. പക്ഷേ നല്ല ജനകീയനായിട്ടുള്ള യാതൊരുവിധ നെഗറ്റീവും പറയാനില്ലാത്ത ശ്രീകണ്ഠൻ വിജയിക്കുമോ എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഈ മണ്ഡലം ഒരു പ്രവചനാതീതമായിട്ടുള്ള മണ്ഡലമായിട്ടാണ് ഞാൻ പരിഗണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മണ്ഡലത്തിൻ്റെ റിസൾട്ട് നമുക്ക് റിസൾട്ട് വരുന്ന സമയത്ത് തന്നെ കാണാം. ആർക്കും ഒരു കൃത്യമായിട്ടുള്ള ഒരു മുൻതൂക്കം ഞാൻ പ്രവചിക്കുന്നില്ല. LDFും ജയിക്കാം, UDFും ജയിക്കാം, BJP അത്യാവശ്യം വോട്ടും പിടിക്കാം എന്ന് പറയാം. അതുകൊണ്ട് രണ്ട് സ്ഥാനാർത്ഥികൾക്കും സാധ്യതയുള്ള, രണ്ട് മുന്നണികൾക്കും സാധ്യതയുള്ള ഒരു മണ്ഡലമായിട്ടാണ് ഞാൻ പാലക്കാടിനെ കാണാൻ ശ്രമിക്കുന്നത്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാൻ ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.